മസ്ക് തുടങ്ങി വളരെ ഫേമസ് ആയിട്ടുള്ള, അതായത് റൊണാൾഡോ, ക്രിസ്ത്യാനോ റൊണാൾഡോ തുടങ്ങിയ വളരെ ഫേമസ് ആയിട്ടുള്ള ആൾക്കാർ ഇൻ്റർവ്യൂസിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു മുദ്രയാണിത്. ഹായ് എവരിവൺ. അപ്പോൾ ഞാനാണെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് പുതിയൊരു മുദ്ര പഠിപ്പിക്കാമെന്ന് വെച്ചു. ഉത്തരബോധി മുദ്ര. ബോധീശ്വരനൊക്കെ ഓർമ്മ വരുന്നുണ്ടാവും അല്ലേ? ബോധി എന്നൊക്കെ കേൾക്കുമ്പോൾ യെസ്, ബോധം ഉണ്ടാകുന്ന ഒരു മുദ്ര തന്നെയാണ് ഉത്തരബോധി മുദ്ര. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. നോക്കിക്കോളൂ, ഞാൻ ഈ 3 ഫിംഗേഴ്സ് ഇൻ്റർലോക്ക് ചെയ്തു. അതുപോലെ ഈ ഫിംഗർ, അതായത് ചൂണ്ടുവിരൽ ഞാൻ ഇങ്ങനെ വെച്ചു. അതേപോലെ തന്നെ തം ഫിംഗർ ഞാൻ കൂട്ടി യോജിപ്പിച്ചു. ഈ ഒരു തരത്തിലാണ് ഉത്തരബോധി മുദ്ര എന്നാണ് പറയുന്നത്. ഇലോൺ മസ്ക് തുടങ്ങി വളരെ ഫേമസ് ആയിട്ടുള്ള, അതായത് റൊണാൾഡോ, ക്രിസ്ത്യാനോ റൊണാൾഡോ തുടങ്ങിയ വളരെ ഫേമസ് ആയിട്ടുള്ള ആൾക്കാർ ഇൻ്റർവ്യൂസിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു മുദ്രയാണിത്. അപ്പോൾ നമുക്കും ഇത് പ്രാക്ടീസ് ചെയ്യണ്ടേ? റൊണാൾഡോ ഒന്നും ആയില്ലെങ്കിലും നമ്മളുടെ ലോകത്ത് ചെറിയൊരു റൊണാൾഡോ ഒക്കെ അല്ലേ? അപ്പോൾ നമുക്കും നമ്മളുടെ ബോധത്തെ ഉണർത്താനായി, അതുപോലെ തന്നെ നമ്മുടെ കോൺഫിഡൻസിനെ ബൂസ്റ്റ് ചെയ്യാനായി, ടെൻഷൻ, സ്ട്രെസ് എന്നിവയ്ക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്കും ഈ ഒരു മുദ്ര യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ വെറുതെ ഇരിക്കുമ്പോഴൊക്കെ കൈയൊക്കെ ഇങ്ങനെ വെച്ചോളൂ. റൊണാൾഡോ ഒക്കെ വെക്കുന്നതല്ലേ, നമുക്കും വെക്കാം. താങ്ക് യു.